الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തെ പരമാവധി ഉപകാരപ്പെടുത്തുവാനും ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ റമദാനിന്റെ ഓരോ രാത്രികളിലും അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ നരകമോചനം ലഭിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുൽത്തഖ റമദാൻ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അൽ യഖീനു വത്തവക്കുൽ, ദൃഢതയും ഭരമേൽപ്പിക്കലും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പണ്ഡിതന്മാർ തവക്കുലിന്റെ കൂടെ യഖീനിനെ കൂട്ടിപ്പറഞ്ഞതായി നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. കാരണം തവക്കുലും യഖീനും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ഹദീസുകളും ഖുർആനിന്റെ വചനങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എന്താണ് തവക്കുൽ, എന്താണ് യഖീൻ, എങ്ങനെയാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഹദീസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥം, ആ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് നമുക്ക് കാണാം, ബാബുൽ യഖീൻ വത്തവക്കുൽ. യഖീനിന്റെയും തവക്കുലിന്റെയും ബാബ് എന്ന് പേരിട്ടുകൊണ്ട് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ള യഖീനുമായി അല്ലെങ്കിൽ തവക്കുലുമായി ബന്ധപ്പെട്ട ആയത്തുകളും തുടർന്ന് പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച ഹദീസുകളും അദ്ദേഹം എടുത്തു കൊടുക്കുന്നതായി കാണാം. ഈ റിയാദുസ് സ്വാലിഹീൻ ശറഹ് ചെയ്യുന്ന വേളയിൽ, അത് വിശദീകരിക്കുന്ന വേളയിൽ പ്രഗൽഭ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം
അതിനെ വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ് യഖീൻ എന്നും എന്താണ് തവക്കുൽ എന്നും അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും അദ്ദേഹത്തിന്റെ ഈ ശറഹിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഈ ബാബിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, ജമഅൽ മുഅല്ലിഫു ബൈനൽ യഖീനി വത്തവക്കുൽ. ഈ ബാബിൽ മുഅല്ലിഫ് അഥവാ റിയാഉസ് സ്വാലിഹീന്റെ ഗ്രന്ഥകർത്താവ് തവക്കുലിനെയും യഖീനിനെയും യോജിപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. കാരണം ലിഅന്ന തവക്കുൽ സമറത്തുൻ മിൻ സമറാത്തിൽ യഖീൻ. തവക്കുൽ അല്ലാഹുവെ ഭരമേൽപ്പിക്കുക എന്നത് അത് ഉണ്ടാകുന്നത് യഖീനിന്റെ പ്രതിഫലമായിട്ടാണ്. അല്ലെങ്കിൽ ആരിലാണോ യഖീൻ ഉണ്ടാകുന്നത്, ദൃഢമായ വിശ്വാസമുണ്ടാകുന്നത്, അവനിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അത്തവക്കുൽ എന്നുള്ളത്. അതാണ് അത്തവക്കുലു സമറത്തുൻ മിൻ സമറാത്തിൽ യഖീൻ. ഫൽ യഖീൻ ഹുവ ഖുവ്വത്തുൽ ഈമാനി വസ്സിബാത്ത്. അതുകൊണ്ട് തന്നെ യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുവ്വത്തു, അത് അൽ ഖുവ്വത്തു അൽ ഈമാൻ ഹുവ ഖുവ്വത്തുൽ ഈമാനി വസ്സിബാത്ത്. ഈമാനിന്റെ ദൃഢതയും അതിന്റെ ശക്തിയുമാണ്. ഹത്താ കഅന്നൽ ഇൻസാന യറാ ബിഐനിഹി മാ അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു മിൻ ശിദ്ദത്തി യഖീനിഹി. അഥവാ അല്ലാഹുവും അവന്റെ പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കാര്യം മനുഷ്യരോട് കൽപ്പിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഒരു വചനം കേട്ടുകഴിഞ്ഞാൽ അത് അവന്റെ കണ്ണിൽ കാണുന്നത് പോലെ, അത് അവന് ഗൈബായിരുന്നാലും അവൻ അദൃശ്യമായിരുന്നാലും തന്റെ കണ്ണിൽ കണ്ട് വിശ്വസിക്കുന്നത് പോലെ ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ്ണം വിശ്വാസമർപ്പിക്കുക എന്നതാണ് യഖീൻ കൊണ്ടുദ്ദേശിക്കുന്നത്. ഫൽ യഖീൻ ഹുവ സിബാതൻ വ ഈമാനൻ ലൈസ മഅഹു ശക്വൻ ബിവജിഹിഹി മിനൽ വുജൂഹ്. ഫൽ യഖീൻ, അതുകൊണ്ട് തന്നെ യഖീൻ ഹുവ സിബാതൻ, അത് സ്ഥിരപ്പെടുത്തലാണ്. അല്ലെങ്കിൽ വൽ ഈമാൻ, അത് വിശ്വാസമാണ്. ലൈസ മഅഹു ശക്വൻ ബിവജിഹിൻ മിനൽ വുജൂഹ്. ഈമാനിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു മേഖലകളിലും യാതൊരുവിധ സംശയങ്ങൾക്കും ഇടയില്ലാത്തവണ്ണം വളരെ കൃത്യമായ ദൃഢമായ വിശ്വാസമാണ് യഖീൻ കൊണ്ടുദ്ദേശിക്കുന്നത്. ഫയറൽ ഗായിബൽ ലദീ അഖ്ബറല്ലാഹു അൻഹു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅന്നഹു ഹാദിറുൻ ബൈന യദൈഹി. ഇതാണ് യഖീനിന്റെ പരമപ്രധാനമായ മേഖല. അല്ലാഹുവും അവന്റെ പ്രവാചകൻ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മനുഷ്യരെ പഠിപ്പിച്ച, പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത നമുക്ക് അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽ കഅന്നഹു ഹാദിറുൻ ബൈന യദൈഹി, അവന്റെ മുന്നിൽ അത് ഹാദിറായി അവന്റെ മുന്നിൽ കാണുന്നത് പോലെ അതിൽ ദൃഢമായ വിശ്വാസമർപ്പിക്കലാണ്. യാതൊരുവിധ സംശയവുമില്ലാതെ യാതൊരുവിധ സന്ദേഹവുമില്ലാതെ പരിപൂർണമായ വിശ്വാസം അതിൽ അർപ്പിക്കുക എന്നതാണ് യഖീൻ കൊണ്ടുദ്ദേശിക്കുന്നത് എന്ന് മഹാനായ ശൈഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം ഈ ശറഹ് ഈ ഹദീസ് ഗ്രന്ഥം വിശദീകരിക്കുന്നിടത്ത്, റിയാദുസ് സ്വാലിഹീൻ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഹുവ അഅലാ ദറജാത്തുൽ ഈമാൻ. ഹാദൽ യഖീൻ യുസ്മിറു സമറാത്തിൻ ജലീല മിൻഹ തവക്കുലു അലല്ലാഹി അസ്സ വജല്ല. ഇത് ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. അഥവാ ഒരു മനുഷ്യന്റെ വിശ്വാസം, അവന്റെ വിശ്വാസ കാര്യങ്ങൾ അത് ഉന്നതിയിലെത്തുന്നത്, അത് പരിപൂർണമാകുന്നത് യഖീനോടുകൂടിയാണ്. യഖീനില്ലാത്തവന്റെ വിശ്വാസം അത് അപൂർണമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊരുപാട് വചനങ്ങൾ കാണാം. ഇൻഷാ അല്ലാഹ് ഭാഗങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. യഖീനില്ലാത്തവൻ ഏത് സമയത്തും ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. നേരെ മറിച്ച് അല്ലാഹുവും അവന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ കാര്യങ്ങളിലും വ്യക്തമായ ഈമാനോടുകൂടി, സന്ദേഹമില്ലാത്ത സംശയമില്ലാത്ത ദൃഢമായ ഈമാനോടുകൂടി അടിയുറച്ചു നിൽക്കുന്നവർക്ക് ഈമാനികമായ മരണം വരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ യഖീനുണ്ടാകുന്ന ഒരു മനുഷ്യനിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന അതിന്റെ സമ്പത്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലനമാണ്, അതിന്റെ മഹത്തായ പ്രതിഫലനങ്ങളിൽപ്പെട്ടതാണ് അത്തവക്കുലു അലല്ലാഹി അസ്സ വജല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക എന്ന വിഷയം എന്ന് നാം ആമുഖമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, യഖീനിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി സൂചിപ്പിക്കുന്നതായി കാണാം. അൽ യഖീനു അൽ ഈമാനു കുല്ലുഹു. യഖീൻ അത് ഈമാനിന്റെ പരിപൂർണതയാണ്. അല്ലെങ്കിൽ ഈമാൻ പൂർണ്ണമാകുന്നത് യഖീനോട് കൂടിയാണ്. അല്ലെങ്കിൽ യഖീൻ ഈമാൻ അത് കുല്ലും, അല്ലെങ്കിൽ അത് മുഴുവൻ അത് യഖീനാണ് എന്നുള്ളത് ദൃഢതയാണ്, ദൃഢമായ വിശ്വാസമാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അൽ യഖീനു വത്തവക്കുൽ എന്ന വിഷയം അവതരിപ്പിക്കുന്ന വേളയിൽ ആമുഖമായി യഖീൻ എന്താണ് എന്നും അതിലുള്ള വിശ്വാസം എങ്ങനെയാകണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസകാര്യങ്ങളിൽ യഖീനുമായി അല്ലെങ്കിൽ തവക്കുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട്. വിശ്വാസകാര്യങ്ങൾ മുഴുവൻ തവക്കുലുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒന്ന് അൽ ഈമാനു ബില്ലാഹ്, മറ്റൊന്ന് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അഥവാ അല്ലാഹുവിലുള്ള വിശ്വാസം അത് ദൃഢമാക്കുക, അല്ലാഹുവിലുള്ള വിശ്വാസം അത് സംശയങ്ങൾക്ക് സംശയരഹിതമാക്കുക, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ, അവന്റെ സിഫാത്തുകളിൽ നിന്ന്, അവന്റെ അസ്മാഉകളിൽ നിന്ന് അല്ലാഹുവിനെ പരിപൂർണമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അവന്റെ പ്രയാസങ്ങളിൽ, അവന്റെ പ്രതിസന്ധികളിൽ, അവന്റെ ബുദ്ധിമുട്ടുകളിൽ എല്ലാത്തിനും കഴിവുള്ള ലോകത്തിന്റെ നാഥനായ, ലോകത്തെ പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യാൻ അവന് സാധിക്കുന്നതാണ്. രണ്ടാമത്, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് ഖൈറായിരുന്നാലും അത് ശർറായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്ന് ദൃഢമായി ഒരുത്തൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അവന്റെ ബുദ്ധിമുട്ടുകളിലും അവന്റെ പ്രയാസങ്ങളിലും അവന്റെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുവാൻ, അള്ളാഹുവിൽ അർപ്പിക്കുവാൻ അവന് സാധിക്കുന്നതാണ്. അതാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് അക്കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് യഖീനിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. യഖീനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈമാനിന്റെ ഏറ്റവും പ്രധാനമായ മേഖലകൾ, തവക്കുലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈമാനിന്റെ പ്രധാനമായ ഈ രണ്ട് മേഖലകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ വഴിയെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ശൈഖ് സ്വാലിഹ് അൽ ഉസൈമീൻ യഖീനിനെ വിശദീകരിച്ചതിന് ശേഷം തവക്കുലിനെ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം. വത്തവക്കുൽ അലല്ലാഹി ഇഅ്തിമാദുൽ ഇൻസാൻ അലാ റബ്ബിഹി അസ്സ വജല്ല ഫീ ളാഹിരിഹി വബാതിനിഹി. തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തവക്കുൽ അലല്ലാഹ് ഇഅ്തിമാദുൽ ഇൻസാൻ അലാ റബ്ബിഹി ഫീ ളാഹിരിഹി വബാതിനിഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അവലംബമാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവന്റെ റബ്ബിനെ അവലംബമാക്കുക. ഫീ ളാഹിരിഹി വബാതിനിഹി, അവന്റെ പ്രത്യക്ഷമായ വിഷയത്തിലും അവന്റെ പരോക്ഷമായ വിഷയത്തിലും. ഫീ ജലബിൽ മനാഫിഇ വദഫ്ഇൽ മവാർ, അവന് ഉപകാരം ചെയ്യുവാനും ഉപദ്രവം ചെയ്യുവാനും, അവന് ഉപകാരത്തിക്ക് വേണ്ടിയും അവന്റെ ഉപദ്രവങ്ങൾ തടുക്കുന്നതിന് വേണ്ടിയും അള്ളാഹുവെ പരിപൂർണമായി ഭരമേൽപ്പിക്കുക എന്നതാണ് തവക്കുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവന് അള്ളാഹു മതിയായതാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തലാഖിലൂടെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ തവക്കുലിനെ വിശദീകരിക്കുന്നിടത്ത് അവർ നൽകിയ ചില നിർവചനങ്ങൾ കാണാം. അൽ ഇൽഹാർ ഫിൽ അംരി കുല്ലിഹി വൽ ഇഅ്തിമാദു അലല്ലാഹ് ഫി അംരി കുല്ലിഹി. അഥവാ ഇത് തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽഹാർ ഫി അംരി കുല്ലിഹി, മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയത്തിലും ഞാൻ അശക്തനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന് സമ്മതിക്കുക. അഥവാ ആദ്യം തവക്കുലുണ്ടാകണമെങ്കിൽ റബ്ബിൽ കൃത്യമായ രൂപത്തിൽ അവനിൽ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ മനുഷ്യൻ അംഗീകരിക്കേണ്ടത്, മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് ഞാൻ നിസ്സഹായനാണ്, ഞാൻ കഴിവ് കെട്ടവനാണ്, എന്റെ ജീവിതത്തിൽ എനിക്കൊരു കഴിവുമില്ല, ഞാൻ ആജിസാണ്, ദുർബലനാണ് എന്നത് അവൻ ആദ്യം അംഗീകരിക്കണം. അതിനുശേഷം അവന്റെ മുഴുവൻ വിഷയങ്ങളിലും എന്നെ പരിപാലിക്കുകയും എന്നെ സൃഷ്ടിക്കുകയും എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാം അവനിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം അവലംബമാക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കണം. ഇതാണ് തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ മനുഷ്യൻ റബ്ബിൽ ബരമേൽപ്പിക്കുമ്പോൾ, തന്റെ റബ്ബിലേക്ക് മനുഷ്യൻ തിരിയുമ്പോൾ അതിലൂടെ അവന് ലഭിക്കുന്ന ഒരുപാട് സംപ്രാപ്തികളുണ്ട്. അൽ യഖീനു വത്തവക്കുലു യഹ്സുലു ലിൻസാനി മഖ്സൂദുഹു ഫിദ്ദുനിയ വൽആഖിറ. ഇമാം സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം പറയുകയാണ്, അൽ യഖീനു വത്തവക്കുലു യഹ്സുലു ലിൻസാനി മഖ്സൂദുഹു ഫിദ്ദുനിയ വൽആഖിറ വയസ്തരീഹു വയഈശു മുത്മഇന്നൻ സഈദൻ ലിഅന്നഹു മൂഖിനുൻ ബികുല്ലി മാ അഖ്ബറ അല്ലാഹു ബിഹി വറസൂലിഹി മുതവക്കിലുൻ അലല്ലാഹി അസ്സ വജല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യഖീൻ ഉണ്ടായിത്തീർന്നാൽ, അവന്റെ ജീവിതത്തിൽ തവക്കുലിന്റെ പരിപൂർണതയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ വിഷയങ്ങളിലും അവന് കരകരമാക്കാൻ സാധിക്കുന്നതാണ്. അവന്റെ ദുനിയാവിലെ ജീവിതവും അവന്റെ പാരത്രിക ജീവിതവും അവന് സഈദായി മുത്മഇന്നായി മനസ്സമാധാനത്തോടുകൂടി സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുവാൻ അവന് സാധിക്കുന്നതാണ്. കാരണം ലിഅന്ന മൂഖിനും ബികുല്ലി മാ അഖ്ബറ അല്ലാഹു ബിഹി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളിലും അവൻ പരിപൂർണമായി വിശ്വസിച്ചു കഴിഞ്ഞു, പരിപൂർണമായി അത് അംഗീകരിച്ചു കഴിഞ്ഞു. വമുത്തക്കിലൻ വമുതവക്കിലൻ അലല്ലാഹി അസ്സ വജല്ല, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവന്റെ മുഴുവൻ വിഷയങ്ങളെയും അവൻ വരമേൽപ്പിച്ചു കഴിഞ്ഞു. നോക്കു സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും പ്രധാനപ്പെട്ട് നേടിയെടുക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് തവക്കുലും യഖീനും എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, അത് സന്തോഷമായിരുന്നാലും അത് സന്താപമായിരുന്നാലും, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സുഹൃത്തുക്കളെ, യഖീനോടുകൂടി തവക്കുലോടുകൂടി എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാവുകയില്ല എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യം നാം ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ അസ്മാകളിൽ നിന്ന്, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ നിന്ന് നാം പഠിക്കണം. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രകാരം ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ സിഫാത്തുകളിൽ, അവന്റെ അസ്മാകളിൽ, അവന്റെ ആളുകളിൽ, അഥവാ അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ പേരുകളിൽ, അവന്റെ ഗുണങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കമാലാണ്, അവൻ പരിപൂർണനാണ്. എന്നാൽ മനുഷ്യരിലേക്ക് തിരിയും, അല്ലെങ്കിൽ അല്ലാഹു മറ്റു സൃഷ്ടികളിലേക്ക് തിരിയും, അവരുടെ അസ്മാകളിലാകട്ടെ, അവരുടെ സിഫാത്തുകളിലാകട്ടെ, അവരുടെ പ്രവർത്തനങ്ങളിലാകട്ടെ, അവരെല്ലാം ാണ്, അവരെല്ലാം അപൂർണങ്ങളാണ്. അങ്ങനെയിരിക്കെ ഒരു മനുഷ്യൻ അവന്റെ പ്രയാസങ്ങൾ, അവന്റെ പ്രതിസന്ധികൾ ആരിലായിരിക്കും വരമേൽപ്പിക്കുക? ഇത് മനസ്സിലാക്കിയ, ഇത് വിശ്വസിച്ച, ഇത് ഉൾക്കൊണ്ട, ഇത് ദൃഢത കൈവരിച്ച ഒരു മനുഷ്യൻ ഒരിക്കലും അവന്റെ സൃഷ്ടികളിലേക്ക്, അത് ആര് തന്നെയായിരുന്നാലും, അവന്റെ പ്രവാചകന്മാരായിരുന്നാലും, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നാലും, അവന്റെ ഔലിയാക്കളായിരുന്നാലും, അവർ ആര് തന്നെയായിരുന്നാലും അവരിലൊന്നും ബലമേൽപ്പിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് ബലമേൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള വാക്യം ഫൽയതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. നോക്കൂ നിങ്ങൾ, നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയമാണ്, അഥവാ അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ ആളുകൾ, അല്ലാഹുവിന്റെ അസ്മാകൾ, അത് പരിപൂർണമാണ്. അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു സിഫത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. നിങ്ങൾ ബലമേൽപ്പിക്കുക. ആരിലായിരിക്കണം ബലമേൽപ്പിക്കേണ്ടത്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ, ഒരിക്കലും മരണമില്ലാത്തവരിൽ നിങ്ങൾ ബലമേൽപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നതായി കാണാം. അഥവാ ഈ ഒരു വിശ്വാസ സാധ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എല്ലാത്തിനും കഴിവുള്ള, എന്നും ജീവിച്ചിരിക്കുന്ന, മഴക്കമില്ലാത്ത, ഉറക്കമില്ലാത്ത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. നാം ഓരോരുത്തരും വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി പഠിച്ചതിന് ശേഷം അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ നമുക്ക് ദൃഢത ലഭിക്കുന്നതാണ്. കാരണം ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹുവിന്റെ പരിപൂർണമായ സിഫത്തുകളെയാണ് പറയുന്നത്. മനുഷ്യർക്കില്ലാത്ത, സൃഷ്ടികൾക്കില്ലാത്ത, ഒരാൾക്കും നേടിയെടുക്കാൻ സാധിക്കാത്ത, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട
പ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ, അല്ലാഹു അല്ലാത്തതെല്ലാം മരിക്കും. കുല്ലമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്, ഒന്നും ബാക്കിയാകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതൊന്നും ഈ ലോകത്ത് ബാക്കിയാകുകയില്ല, എല്ലാം മരിക്കുന്നതാണ്. അൽ അവ്വൽ വൽ ആഖിർ, ആദ്യമേ ഉള്ളവൻ അവസാനത്തിലുമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. എല്ലാത്തിലും പരിപൂർണനായവൻ അല്ലാഹു തആല മാത്രം. അൽ ഹയ്യു അൽ ഖയ്യൂം, എല്ലാത്തിന്റെയും നിയന്താവ്, എല്ലാം അടക്കി ഭരിക്കുന്നവൻ, എല്ലാത്തിനെയും തദ്ബീർ ചെയ്യുന്നവൻ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവൻ. ലാ തഖുദുഹു സിനത്തുൻ, ഒരു മയക്കം അവനെ ബാധിക്കുന്നില്ല. വലാ നൗമുൻ, അവൻ ഒരു ഉറക്കമോ ബാധിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി ആയത്തുൽ കുർസിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച അല്ലാഹുവിന്റെ സിഫാത്തുകൾ, അല്ലാഹുവിന്റെ അസ്മാഉകൾ, ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള, ഏത് സമയമായിരുന്നാലും ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും എന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ പ്രതിസന്ധികളിൽ, എന്റെ പ്രയാസങ്ങളിൽ എനിക്ക് അത്താണിയായിട്ടുണ്ടാകുന്ന, എന്റെ കൂടെയുള്ള ഇന്നല്ലാഹ മഅീ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം കടലിന്റെ അരികിൽ വെച്ച് പറഞ്ഞുവല്ലോ, കല്ല ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ എന്ന്, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. ഈ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധികൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കിടകിട വിറപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലും ഇന്ന റബ്ബി മഅീ, എന്റെ റബ്ബ് എന്നെ പരിപാലിക്കുന്ന, എന്നും ജീവിച്ചിരിക്കുന്ന, മരണമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, സദാസമയം എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള എന്റെ റബ്ബന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല, ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഞാനെല്ലാത്ത റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. തവക്കൽതു അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിക്കാത്ത റബ്ബിൽ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് യഖീനിനെയും അതുപോലെ തന്നെ തവക്കുലിനെയും ഒന്നിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് എന്നതുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യഖീനും തവക്കുലും അത് ഒന്നിച്ചു വരുന്ന സന്ദർഭങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും വളരെയേറെ പരീക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു ഗസ്വത്ത് അൽ അഹ്സാബ്, അല്ലെങ്കിൽ ഖന്ദഖ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആ ഒരു യുദ്ധം. സഖ്യകക്ഷികൾ ഒന്നടങ്കം 10,000-കണക്കിന് സൈന്യങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയും മുസ്ലിങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി അവർ ഒരുങ്ങി തയ്യാറായിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രം മതി അതിന്റെ ഗൗരവം, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിന്റെ കാര്യം മനസ്സിലാക്കുവാൻ. സൂറത്ത് അഹ്സാബിന്റെ 9 മുതൽ 22ഓളം വചനങ്ങൾ നാം ഓരോരുത്തരും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരുന്ന് സ്വസ്ഥമായ ഓരോരുടെയോ അല്ലെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെയോ പരിപാടി എടുത്തുകൊണ്ട് വളരെ വ്യക്തമായി നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ആയത്തുകളും വ്യക്തമായി വിശദീകരിക്കാൻ സമയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചില വചനങ്ങൾ മാത്രം അതിൽ നിന്ന് ഞാൻ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അഥവാ അഹ്സാബ് യുദ്ധത്തിന്റെ വേള അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാഠിന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടെ പരീക്ഷിക്കപ്പെട്ടതിന്റെ ശക്തിയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹാ വജുനൂദൻ ലം തറൗഹാ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഏത് സന്ദർഭത്തിൽ ഇത് ജുനൂദൻ, നിങ്ങളിലേക്ക് സൈന്യം വന്ന സന്ദർഭം, അതുപോലെ അഹ്സാബിനെയാണ് വിശദീകരിക്കുന്നത്. സൂറത്ത് അഹ്സാബിന്റെ 9-ാമത്തെ വചനം, ഫഅർസൽനാ അലൈഹിം റീഹൻ, അങ്ങനെ ആ സൈന്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അവരിലേക്ക് നാം കാറ്റുകളെ പറഞ്ഞയച്ചു. വജുനൂദൻ ലം തറൂഹാ, നിങ്ങൾ കാണാത്ത
സൈന്യത്തെ നാം പറഞ്ഞയച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി കാണുന്നവനാകുന്നു. എന്നിട്ട് അല്ലാഹു തആല അതിന്റെ കാഠിന്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫലകും മിൻകും ഇത് സാഅത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതظنون ബില്ലാഹി ظنونا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കുക, നിങ്ങൾ ഇത് ജാഊകും മിൻ ഫൗഖികും, അവർ നിങ്ങളുടെ മുകളിലൂടെ വന്നു, വമിൻ അസ്ഫല മിൻകും നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ വന്നു. അഥവാ മദീനയുടെ ചുറ്റുഭാഗത്തിലൂടെയും ശത്രുക്കൾ മദീനയെ ആക്രമിക്കുവാൻ വേണ്ടി വന്നു. നിങ്ങളുടെ കണ്ണുകൾ തെറ്റിപ്പോയി, കണ്ണുകൾ തള്ളിപ്പോവുകയുണ്ടായി, ശത്രുക്കളുടെ ആധിക്യം കണ്ട് നിങ്ങൾ ഭയപ്പെടുകയുണ്ടായി. തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ഇറങ്ങിപ്പോയി. അതിന്റെ കാഠിന്യമാണ് അല്ലാഹു തആല പറയുന്നത്. ഭയപ്പെടരുത്. അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. വതظنون ബില്ലാഹി ظنونا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിചാരിക്കാൻ കാര്യങ്ങൾ നിങ്ങളിൽ ചില ആളുകൾ വിചാരിച്ചു പോവുകയുണ്ടായി. നിർത്തിയില്ല. 11ാമത്തെ വചനത്തിൽ അല്ലാഹു ഒന്നുകൂടെ വിശദീകരിക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. ശക്തമായ വിറയലുകൾ അല്ലെങ്കിൽ വിറപ്പിക്കലുകൾ അവരെ വിറപ്പിക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തുടർന്നു കൊണ്ട് പറയുന്ന വചനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായ വേളയിൽ ആ സ്വഹാബികളിൽപ്പെട്ട അല്ലെങ്കിൽ വിശ്വാസികളിൽപ്പെട്ട അല്ലെങ്കിൽ മദീനയിലുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമായി മാറ്റിനിർത്തുന്നു. ഒന്ന് യഖീനുള്ള ആളുകൾ, മറ്റൊന്ന് യഖീനില്ലാത്ത ആളുകൾ. ആരൊക്കെയാണ്? യഖീനുള്ളവരും യഖീനില്ലാത്തവരും. യഖീനുള്ളവർ അല്ലാഹു വരമേൽപ്പിച്ചു, യഖീനില്ലാത്തവർക്ക് അല്ലാഹു വരമേൽപ്പിക്കാൻ സാധിച്ചില്ല. ഖുർആനിലെ വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് യഖീൻ ഉണ്ടായാൽ നമുക്ക് തവക്കുൽ ലഭിക്കുമെന്നുള്ളത്. ക്ലിയർ ഇല്ലേ? ഹലോ ക്ലിയർ ഇല്ല? ഉണ്ടൊന്നുമില്ലാന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യഖീനുമായി തവക്കുലിന്റെ ബന്ധം ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സാബിന്റെ ആ ഒരു ശിദ്ദത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞത് وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. മുനാഫിഖീങ്ങളായ ആളുകൾ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, അവർ പറഞ്ഞു മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് നൽകിയ വാഗ്ദാനം അത് വഞ്ചനയാകുന്നു, അതൊരിക്കലും പാലിക്കാൻ പോകുന്നില്ല എന്ന് മുനാഫിഖീങ്ങളായ ആളുകളും ഹൃദയത്തിൽ രോഗമുള്ള ആളുകളും അവിടെ വെച്ച് പറയുകയുണ്ടായി. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ. എന്നാൽ ആരാണ് ഫീ ഖുലൂബിഹിം മറദ്, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ? വല്ലദീന ഫീ ഖുലൂബിഹിം മറദൻ മിനൽ മുഅ്മിനീന വഇൻദഹും നഖ്സുൻ ഫീ യഖീനിഹിം. മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകളാണവർ. പക്ഷേ വഇൻദഹും നഖ്സുൻ ഫീ യഖീനിഹിം, അവരുടെ യഖീനിൽ വിശ്വാസത്തിലുള്ള ദൈർഘ്യതയിൽ അവർക്ക് ഉറപ്പില്ലാതെ പോയി, അതിൽ കുറവ് സംഭവിച്ചു. അതുകൊണ്ടാണ് അവർക്കങ്ങനെ പറയേണ്ടി വന്നത്. കാരണം അത്രമേൽ പ്രയാസമായിരുന്നു, അത്രമേൽ പ്രതിസന്ധിയായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ അവിടെ നേരിടേണ്ടി വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യഖീനില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ മുനാഫിഖീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാഗ്ദാനം അത് അസത്യമാണ്, അതൊരിക്കലും പുലരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ അതുപോലെ തന്നെ അവർ പറഞ്ഞ ചില വാക്കുകൾ പണ്ഡിതന്മാർ കൊടുക്കുന്നതായി കാണാം. ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കാത്തവർക്ക് എങ്ങനെയാണ് കിസ്റയെയും കൈസറിനെയും മലർത്തിയെടുക്കാൻ സാധിക്കുക?
അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ യുദ്ധത്തിൽ വിജയം ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് പുലരുക എന്ന് പോലും ഇങ്ങനെയുള്ള ആളുകൾ ചോദിച്ചു എന്നുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ മാത്രവുമല്ല, ചില ആളുകൾ യുദ്ധക്കളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ്. ഞാൻ മൊത്തമായി വിശദീകരിക്കുന്നില്ല, നേരെ മറിച്ച് നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം, വീടുകൾ ഭദ്രതയില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് ചില ന്യായങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോകുവാൻ അനുവാദം ചോദിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണാം. ഇങ്ങനെയുള്ള ആളുകളോട് പറയുവാൻ വേണ്ടി പ്രവാചകനോടായി പറഞ്ഞത് ഖുൽ ലൻ യൻഫഉകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല. അങ്ങനെയുള്ള ആളുകളോട് പ്രവാചകനെ താങ്കൾ പറയുക, നിങ്ങളുടെ ഈ ഓടിപ്പോക്കുണ്ടല്ലോ, നിങ്ങൾ എന്തിൽ നിന്നാണ് നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് നിങ്ങൾക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല. നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുന്നതല്ല. ഇങ്ങനെ ഓടി ഒളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായി പ്രയോജനങ്ങൾ ലഭിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുന്നു. അതുപോലെ തന്നെ മൻദല്ലദീ യഅസിമുക്കും മിനല്ലാഹി ഇൻ അറാദ ബിക്കും സൂഅൻ ഔ അറാദ ബിക്കും റഹ്മതൻ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു റഹ്മത്തിനെ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസത്തെ ഉദ്ദേശിച്ചാൽ അതിനെയൊക്കെ തട്ടി തകർക്കുവാനോ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാനോ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനോ നിങ്ങൾക്ക് ഉദ്ദേശിച്ച നന്മയില്ലാതെയാക്കുവാനോ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ യഖീൻ ഉണ്ടാകണം, അല്ലാഹുവിൽ ബലമേൽപ്പിക്കണം എന്നിങ്ങനെയുള്ള വഅദുകളാണ്, ഉപദേശങ്ങളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, നൽകുന്നത്. തുടർന്ന് നാം മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഭാഗത്തിന്റെ സ്വഭാവങ്ങൾ വിശദീകരിച്ചതിന് ശേഷം യഥാർത്ഥ യഖീനുള്ള വിശ്വാസികളായ ആളുകൾ അവർ എങ്ങനെയായിരിക്കും തവക്കുലിൽ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്തായിരിക്കും എന്നതിനെ 22-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു. വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. വലമ്മാ റഅൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളായ ആളുകൾ, വലമ്മാ റഅൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളായ ആളുകൾ അത് കണ്ടപ്പോൾ, അൽ അഹ്സാബ ഈ ശത്രുസൈന്യത്തെ കണ്ട വേളയിൽ, മുഅ്മിനീങ്ങളായ ആളുകൾ ശത്രുസൈന്യത്തെ കണ്ട വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാലു അവർ പറഞ്ഞു, ഹാദാ മാ വഅദന അല്ലാഹ്, ഇത് അല്ലാഹു ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ്, വറസൂലുഹു അവന്റെ റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് ഈ സന്ദർഭം. വസദഖല്ലാഹു വറസൂലുഹു അല്ലാഹുവും അവന്റെ റസൂലും സത്യം പറഞ്ഞിരിക്കുന്നു. വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ, അവർക്ക് സമാധാനവും ഈമാനും അല്ലാതെ വർദ്ധിക്കുകയുണ്ടായിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. എന്താണ് സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലാകുന്നത്? യഖീനില്ലാതെ പോയാൽ അത് തവക്കുലിന് തടസ്സമാകും. അല്ലാഹുവിൽ ബലമേൽപ്പിക്കുന്നതിന്, അല്ലാഹുവിൽ ബലമേൽപ്പിക്കേണ്ട പ്രകാരം ബലമേൽപ്പിക്കുവാൻ തടസ്സമാകുന്ന ഒരു വിഷയമാണ് അല്ലാഹുവിൽ ദൃഢമായ വിശ്വാസമില്ലാതെയാകുക എന്നത്. അല്ലാഹുവിന്റെ ഖളാകളും ഖദറുകളിലും ദൃഢമായ വിശ്വാസമില്ലാതെയാകുക എന്നത് തവക്കുലിന് തടസ്സമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ലിഅന്നൽ മുഅ്മിൻ കുല്ലമാ ഇസ്തദ്ദത് ബിഹിൽ അസിമാത് വസ്ദാദ ഈമാനൻ ബില്ലാഹ് ലിഅന്നഹു യുഅ്മിനു ബിഅന്ന അൻ-നസ്റ മഅസ് സബ്രി വഅന്ന അൽ-ഫറജ മഅൽ കറബി വഅന്ന മഅൽ ഉസ്രി യുസ്റാ വലിഹാദാ സാദഹും ഈമാന. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അവന്റെ ഈമാൻ വർദ്ധിക്കുകയാണ്, ഈമാൻ കുറഞ്ഞു പോവുകയല്ല. കാരണം മുഅ്മിൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്, തൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ക്ഷമ അവലംബിച്ചാൽ, പ്രയാസങ്ങൾ ക്ഷമയോടുകൂടി നേരിട്ടാൽ എനിക്ക് വിജയമുണ്ടാകും, ക്ഷമയിൽ എനിക്ക് വിജയം വരിക്കാൻ സാധിക്കും. പ്രയാസങ്ങൾക്ക് ശേഷം ഒരു ഫർജ് അല്ലെങ്കിൽ ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസങ്ങൾക്ക് ശേഷം പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് എന്ന് അവരുടെ ഈമാൻ അതുകൊണ്ടാണ് വർദ്ധിക്കുന്നത് എന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ യഖീനിനെയും അതുപോലെ തന്നെ യഖീനിനെയും തവക്കുലിനെയും ഒന്നിച്ചു പറയുന്ന, അല്ലെങ്കിൽ അതുമായി അതിന്റെ ബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു ആയത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ
ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉഹദ് യുദ്ധത്തിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പിന്നീട് അബൂ സുഫിയാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അബൂ സുഫിയാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അബൂ സുഫിയാനെ പിറകെ പോയി. ഇതറിഞ്ഞ അബൂ സുഫിയാൻ പ്രവാചകനെയും സഹാബത്തിനെയും ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളിതാ ഒരുപാട് സൈന്യം അവർക്കെതിരെ വരുന്നുണ്ട് എന്ന് ചില ആളുകളെ ശട്ടം കെട്ടി പറയുവാൻ വേണ്ടി പ്രവാചകന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പ്രവാചകനോടും സഹാബത്തിനോടും ഈ കാര്യം പറഞ്ഞു. നിങ്ങൾക്കെതിരെ വലിയൊരു സൈന്യം അവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചു. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏതൊരു സന്ദർഭമാണ് അല്ലദീന ഇസ്തജാബു ലില്ലാഹി വർ-റസൂലി മിൻ ബഅദി മാ അസ്വാബഹുമുൽ ഖർഹു ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റൻ അദീം. നിങ്ങൾക്ക് പ്രയാസങ്ങൾ ബാധിച്ചതിന് ശേഷം, അഥവാ ഉഹദ് യുദ്ധത്തിൽ ഒരുപാട് പ്രയാസം മുസ്ലിങ്ങൾക്ക് ബാധിച്ചു. 70ഓളം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ അബൂ സുഫിയാനെ പിറകെ പോകുന്നത്. ആ സന്ദർഭത്തിലാണ് ചില ആളുകൾ വരുന്നത്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ. ചില ആളുകൾ അബൂ സുഫിയാൻ ചില ആളുകൾ സൂറത്ത് ആൽ ഇംറാനിലെ 172 മുതലുള്ള വചനമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ചില ആളുകൾ നബിയുടെയും സഹാബത്തിന്റെയും അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരെ ഇതാ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞു. വഖ്ശൗഹും, അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫസാദഹും ഈമാന, അവർക്ക് ഈമാനാണ് വർദ്ധിച്ചത്. അവർക്കൊരിക്കലും പേടി തോന്നിയില്ല, അവർ ഒരിക്കലും പിന്തിരിഞ്ഞു പോയില്ല. എന്നിട്ട് അവർ പറഞ്ഞ വാക്കുണ്ട്, വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി, അവൻ ബലമേൽപ്പിക്കുവാൻ എത്ര നല്ലവരാണ് എന്ന് അവർ അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ ഉഹദിന്റെ രണാങ്കളത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട സ്വഹാബത്താണവർ. അവർക്കെതിരെ ഒരു വലിയ സൈന്യം ഒരുങ്ങിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോഴും അവരുടെ ഈമാനിൽ പ്രയാസമുണ്ടായില്ല, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞതെന്താണ്? അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് നമുക്ക് ഈ ഖുർആന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം പഠിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഇതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്നത്, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളലിൻ ലം യംസസ്ഹും സൂഅൻ വത്തബഊ റിദ്വാനല്ലാഹി വല്ലാഹു ദു ഫളലിൻ അലീം. ഇങ്ങനെ തവക്കുൽ ചെയ്തതിന്റെ ഫലം എന്താണ് ഉണ്ടായത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാൻ സാധിച്ചു. നിങ്ങൾക്ക് ഒരു പ്രയാസവും ബാധിക്കാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹുവിന്റെ ഫളല് കാരണം, അല്ലാഹുവിന്റെ നിഅമത്ത് കാരണം നിങ്ങൾ തിരിച്ചു പോരുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിന്റെ സമ്പ്രത്തായിക്കൊണ്ട് അവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില മേഖലകളെ മാത്രമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അഥവാ ഈമാൻ ദൃഢമായി കഴിഞ്ഞാൽ, യഖീനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ കൃത്യമായി ബലമേൽപ്പിക്കുവാനും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ബലമേൽപ്പിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്ത് ഹജ്ജിലൂടെ ഒന്നുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണാം. وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنْ أَصَابَهُ خَيْرٌ اطْمَأَنَّ بِهِ وَإِنْ أَصَابَهُ فِتْنَةٌ انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. സൂറത്ത് ഹജ്ജിന്റെ 11ാമത്തെ വചനമാണ്. അല്ലാഹു തആല വിശദീകരിക്കുന്നു, വമിന الناس, ജനങ്ങളിൽ ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, ഒരു ഓരത്തിരുന്ന്, ഒരു മൂലയിലിരുന്ന്, അല്ലെങ്കിൽ ഒരു വക്കിലിരുന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണവർ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണവർ. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഇന്നും ബിഹി, അവർക്കെന്തെങ്കിലും ഖൈർ ബാധിച്ചാൽ, എന്തെങ്കിലും നന്മകൾ ഉണ്ടായാൽ വളരെ സമാധാനത്തോടുകൂടി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹിനോടുള്ള ആരാധനയിൽ മാത്രം മുഴുകി അള്ളാഹിനോക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ വഇന്ന സ്വാബത്തുഹു ഫിത്ന,
എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാലോ, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാലോ, ഇൻഖലബ അലാ വജ്ഹിഹി, അവർ പിറകോട്ടടിക്കുന്നതാണ്, കുഫറിലേക്ക് തന്നെ അവർ തിരിച്ചു പോകുന്നതാണ്. ഖസിറ ദുനിയാ വൽ ആഖിറ, പരലോകവും ഇഹലോകവും നഷ്ടപ്പെട്ട ആളുകൾ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വ്യക്തമായ നഷ്ടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ആയിക്കൂടാ. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ? യഖീനില്ലാത്തത് കൊണ്ട്. ഒരു മൂലയിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഓരത്തിരുന്ന് റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഈമാനിൽ കൃത്യമായ വിശ്വാസമില്ല, അല്ലെങ്കിൽ ദൃഢതയില്ല, യഖീനില്ല. ഏത് പ്രതിസന്ധികളിലും എനിക്കെന്റെ റബ്ബുണ്ട്, അവൻ എന്നെ കൈയൊഴുകയില്ല, അവന്റെ സഹായമുണ്ടാകുമെന്നുള്ള യഖീൻ അവന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പ്രയാസങ്ങളില്ലാത്ത വേളയിൽ, പ്രതിസന്ധികളില്ലാത്ത വേളയിൽ അവനങ്ങനെ പോകും, അള്ളാഹനെ മാത്രം ആരാധിച്ചു പോകും. പക്ഷേ അല്ലാഹു തആല പരീക്ഷിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണാം. അള്ളാഹനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അള്ളാഹുവോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന്. കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഇൻഖലബ അലാ വജ്ഹിഹി, തങ്ങളുടെ മുഖം തിരിക്കുന്നവർ അല്ലെങ്കിൽ കുഫ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവർ, അവരിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. അതിന്റെ കാരണം എന്താ സുഹൃത്തുക്കളെ? യഖീനില്ലാത്തതാണ്, വിശ്വാസത്തിൽ ദൈർഘ്യതയില്ലാത്തതാണ്. നേരെ മറിച്ച് വിശ്വാസത്തിൽ ദൈർഘ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിനെ മാത്രം വരമേൽപ്പിച്ച്, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച്, അള്ളാഹുവിൽ മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നതാണ്. എന്നാൽ ദൃഢതയില്ലാത്തവർക്ക് വലിയ നഷ്ടമാണ്. കാരണം ദുനിയാവർക്ക് അവർക്ക് നഷ്ടമാണ്, വൽ ആഖിറ പരലോകവും നഷ്ടമാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് വ്യക്തമായ നഷ്ടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നതായി കാണാം. ഇങ്ങനെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് വളരെ ഗൗരവമേറിയ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? അവരിൽ ബലമേൽപ്പിക്കേണ്ട പ്രകാരം ബലമേൽപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും ജീവിതത്തിൽ വരാനിരിക്കുന്നത്. തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം അല്ലാഹുവിൽ ബലമേൽപ്പിക്കേണ്ടത് എന്നതുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നുപോയാൽ, അതുപോലെ തന്നെ സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നുപോയാൽ, അവരൊക്കെ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചത് കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുഞ്ഞിനെയും അതുപോലെ തന്നെ ഹാജറ ബീവിയെയും മക്കയുടെ മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോ അവിടെ ഒരു മനുഷ്യരുമില്ല, ഒരാളുമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, സഹായത്തിനാരുമില്ല. ലൈസ ഫീഹി ഇൻസുൻ വലാ ശൈ, അവിടെ മനുഷ്യരോ ഒന്നുമില്ല എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. ആ സമയത്താണ് മഹദി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഒരുപാട് പ്രാവശ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചു, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറുപടി ഒന്നും പറഞ്ഞില്ല. അവസാനമായി മഹദിയുടെ ചോദ്യം, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അള്ളയാണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നഅം, അതെ. ആ സമയത്ത് മഹദിയുടെ മറുപടി നാം മനസ്സിലാക്കുക, ഇദൻ ലാ യുളയ്യുനാ, എങ്കിൽ ഞങ്ങളെ അവൻ കടിയൊഴുകയില്ല, ഞങ്ങളെ വെറുതെ ഉപേക്ഷിക്കുകയില്ല. ഇത് തവക്കുലാണ് സുഹൃത്തുക്കളെ. റബ്ബിന്റെ കൽപ്പനയാണോ ഞാൻ എന്റെ ജീവിതത്തിൽ പാലിക്കുന്നത്? റബ്ബിന്റെ കൽപ്പന നിർവഹിക്കുന്നിടത്താണോ എനിക്ക് പ്രതിസന്ധി? എന്നാൽ ഇല്ല, ഒരിക്കലും റബ്ബെന്നെ കൈവടികയില്ല. ഞാൻ സത്യത്തിലാണോ, സത്യത്തിന്റെ കൂടെയാണോ? ആരൊക്കെ എതിരായിരുന്നാലും, ആരൊക്കെ എതിർത്താലും ഈ പ്രബോധനവുമായി മുന്നോട്ട് പോകാൻ എനിക്കൊരു തടസ്സവുമില്ല. പ്രബോധന മേഖലയിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട മേഖലയാണ്, അഥവാ തവക്കുലിന്റെ മേഖല. പ്രബോധനം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ, ഊരുവിലക്കുകൾ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ സത്യത്തിലാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക, ഈമാനി യഖീനോടുകൂടി നിലനിർത്തുവാൻ സാധിക്കുക. അതിനുശേഷം എങ്കിൽ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടാകും,
എന്റെ റബ്ബ് എന്നെ കഴിവയ്ക്കുകയില്ല, എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഫല്യതവക്കൽ അലല്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിൽ ബരമേൽപ്പിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗം കാണിക്കും. ഇങ്ങനെയുള്ള ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തോടുകൂടി മഹദിയുടെ ഈ ഒരു വിശ്വാസം നമ്മൾ ഓരോരുത്തരും ആർജിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെല്ലാം അവരുടെ സമൂഹത്തിന് തവക്കുൽ കൊണ്ട് വസിയത്ത് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെ വചനമായി അല്ലാഹു തആല പറഞ്ഞു, യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ് ഫഅലൈഹി തവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ അഥവാ വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട പ്രകാരം ഭരമേൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടെ നാം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാമയാകട്ടെ, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാം, അതുപോലെ ശുഐബ് നബി അലൈഹി സ്വലാം, ഇവരൊക്കെ തവക്കുലിനെ കുറിച്ച് സൂചിപ്പിച്ചതായി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് സന്ദർഭങ്ങളിലും ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തവക്കുൽ ചെയ്യാൻ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ഒരുപാട് വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ പറ ലോകത്ത് വെച്ച് ഉമ്മമുകളെ അഥവാ സമൂഹങ്ങളെ പ്രദർശിപ്പിക്കപ്പെടും. ചില ആളുകൾ ചില കൊച്ചു സംഘങ്ങൾ നടന്നു വരുന്നതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അവരുടെ കൂടെ ഒരു നബി ഉണ്ടാകും, നബിയുടെ കൂടെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ രണ്ടാളുകളോ മാത്രമുണ്ടാകും. ചിലപ്പോൾ ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ കൂടെ മറ്റാരും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ സമൂഹത്തിനോടൊപ്പം ഒരുമിച്ച് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടും. ഒരുപാട് ആളുകൾ ഒരു വലിയ സംഘമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഉമ്മത്തിനെ കാണുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിൽ ചില ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വമഅഹും 70,000 യദ്ഖുലൂന അൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. 70,000 70,000 ആളുകൾ അവരുടെ കൂടെയുണ്ട്. ആരാണവർ? ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ. ഒരു ശിക്ഷയോ ഒരു ചോദ്യം ചെയ്യലോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു ചില ആളുകൾ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. സ്വഹാബികൾ പരസ്പരം ചർച്ച ചെയ്തു, ആരായിരിക്കും അവർ? ചില ആളുകൾ പറഞ്ഞു പ്രവാചകന്റെ സ്വഹാബത്താണ്. ചില ആളുകൾ പറഞ്ഞു ഇസ്ലാമിൽ ജനിക്കുകയും ഇസ്ലാമിൽ മരിക്കുകയും അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തവരാണ്. ഇങ്ങനെ ജനങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ആരാണവർ? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീ ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, അവർ റുഖിയ ചെയ്യാൻ അല്ലെങ്കിൽ മന്ത്രിക്കുവാൻ ആവശ്യപ്പെടാത്തവരാണ്. അതുപോലെ തന്നെ ശകുനം നോക്കാത്ത ആളുകളാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാം ചൂട് വെച്ചുകൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളിലുള്ള രോഗത്തെ ചികിത്സിക്കാത്തവരാണ്. അവർ അവരുടെ റബ്ബിൽ ബരമേൽപ്പിക്കുന്നവരുമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഥവാ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ആളുകൾക്ക് തന്റെ റബ്ബിൽ തന്റെ പ്രയാസങ്ങളും തന്റെ പ്രതിസന്ധികളും തന്റെ ബുദ്ധിമുട്ടുകളും തന്റെ റബ്ബിൽ ബരമേൽപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ തന്റെ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ മന്ത്രിക്കുവാൻ ആവശ്യപ്പെടാതെ, അതുപോലെ തന്നെ തീ കൊണ്ടുള്ള ചികിത്സ നടത്താതെ, അതുപോലെ തന്നെ ശകുനം നോക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അവർക്കേ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഉഖാശ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അവരിൽപ്പെട്ടവനാണ്. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖാശ മുൻകടന്നു പോയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മന്ത്രിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടാത്തവർ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അഥവാ റുഖിയ എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ചതാണ്.
റുഖിയ ചെയ്യൽ അനുവദനീയമാണ്. ശർഈയായ റുഖിയ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും ഒരുപാട് നാം കേട്ടതാണ്, വിശദീകരിച്ചതാണ്. പക്ഷെ അതിനുവേണ്ടി ആവശ്യപ്പെടാത്ത ആളുകൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല നൽകുന്ന ഒരു പദവിയാണ് ഇത് എന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചതായി കാണാം. ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സമ്രത്ത് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. കാരണം നമ്മുടെ വീടുകളിൽ നിന്നിറങ്ങുമ്പോൾ വീടുകളെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ, കാരണം എല്ലാ കഴിവുകളും എല്ലാ ശക്തികളും അല്ലാഹുവിന്റേതാണ്. എന്റെ വീടിനെ സംരക്ഷിക്കുവാൻ, എന്റെ വീട്ടിലെ അഹലുകാരെ സംരക്ഷിക്കുവാൻ അവന് മാത്രമാണ് സാധിക്കുക എന്ന വിശ്വാസമുണ്ടെങ്കിലേ യഥാർത്ഥത്തിലുള്ള ഈ തവക്കുലിന്റെ വചനം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുകയുള്ളൂ. വെറുതെ ഉരുവിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല സുഹൃത്തുക്കളെ. നേരെ മറിച്ച് ഈ ഒരു വിശ്വാസത്തോടുകൂടി, യഖീനോടുകൂടിയുള്ള ഈ ഒരു വിശ്വാസത്തോടുകൂടി ഈ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ നമുക്കതിന്റെ പരിപൂർണതയിലേക്ക് പരിപൂർണമായി റബ്ബിൽ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഭരമേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഭരമേൽപ്പിക്കേണ്ടത് ഏത് സന്ദർഭത്തിലാണ്? അഥവാ ദീനീപരമ ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് റബ്ബിൽ ഭരമേൽപ്പിക്കേണ്ടത്. ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. എന്നാൽ ആ സമയത്ത് നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അതല്ല എന്റെ വിഷയങ്ങൾ നന്നാകുവാൻ, അല്ലെങ്കിൽ എന്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തരണം ചെയ്യുവാൻ എനിക്ക് കാരണമായത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുമായി ഹൃദയത്തെ ബന്ധിപ്പിക്കണം. നമ്മുടെ പ്രവർത്തനം കാരണമായി അല്ലെങ്കിൽ പ്രവർത്തനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിച്ചുകൂടാ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരു വിഷയത്തിൽ നമുക്ക് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രക്ഷ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ ഭൗതികമായി ചെയ്യാനുള്ള മുഴുവൻ വിഷയങ്ങളും നാം ചെയ്യുക, എന്നിട്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. അതിന്റെ നതീജ അല്ലെങ്കിൽ അതുമായി നമുക്ക് ലഭിക്കേണ്ട കാര്യം ലഭിക്കേണ്ടത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയാണ്. ഈ യഖീനും അതുപോലെ തന്നെ തവക്കുലും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. തവക്കുൽ അത് പരിപൂർണമാകണമെങ്കിൽ ഒരുപാട് തവക്കുലിന്റെ ക്ലാസ് കേട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് തവക്കുലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ, തവക്കുലിനെ കുറിച്ച് വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ സുഹൃത്തുക്കളെ, ഭരമേൽപ്പിക്കേണ്ട പ്രകാരം റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല. നേരെ മറിച്ച് റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ തന്നെ ഖദാ ഖദറിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ ഈമാനിന്റെ മുഴുവൻ വിഷയങ്ങളിലും ദൃഢത കൈവരിക്കാൻ സാധിച്ചാൽ, യഖീൻ കൈവരിക്കാൻ സാധിച്ചാൽ, അതിലൂടെ അതിന്റെ പ്രതിഫലനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സത്യസന്ധമായ തവക്കുൽ എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ഇങ്ങനെ അള്ളാഹുവെ മാത്രം തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന, മറ്റുള്ളവരിൽ ഭരമേൽപ്പിക്കാത്ത ആളുകളിൽ ഉൾപ്പെടുവാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വിഷയം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ എല്ലാം അള്ളാഹു മാത്രമാണ് പരിപൂർണനായിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടികളും അപൂർണരായ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അവർക്കെങ്ങനെ സാധിക്കും? നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെയാണ് അവരിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കുക? ഇതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ആളുകൾക്ക് തൗഹീദ് പറഞ്ഞെടുക്കുന്ന വേളയിൽ, ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് നാം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഖുർആനിന്റെ പ്രയോഗമാണ്, ഖുർആനിന്റെ ശൈലിയാണ്. അള്ളാഹുവിന്റെ കമാലിയത്ത്, അള്ളാഹുവിന്റെ പരിപൂർണതയെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുക. തുറന്നുകൊണ്ട് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ആര് തന്നെയായിരുന്നാലും അവന്റെ സൃഷ്ടികളുടെ ആ പൂർണ്ണതയെക്കുറിച്ച് നാം ബോധ്യപ്പെടുത്തുക. ഇത് രണ്ടും ഒരു മനുഷ്യന് പരിപൂർണമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള മനുഷ്യനാണോ, ചിന്തിക്കുന്നവനാണോ, അവനൊരിക്കലും അവന്റെ പ്രയാസങ്ങൾ അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുകയില്ല. അവന്റെ പ്രതിസന്ധികളിൽ അല്ലാഹുവല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുകയില്ല. അവന്റെ പ്രയാസങ്ങളിൽ അല്ലാഹുവല്ലാത്ത ആളുകളോട് സഹായം തേടുകയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം
ഈ ഒരു വിഷയം നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ പകർത്തണം, ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തുന്നു. അബൂ ഉവൈസ് അദ്ദേഹം ഓൺലൈനിന്റെ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അപാകതകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.